അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇതിലൂടെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടന്നുവെന്ന് വളരെ കൃത്യമായി രേഖാമൂലം രണ്ട് പാർട്ടിക്കുള്ളിലും പുറത്തും ബഹുമാന്യത നേടിയിട്ടുള്ള ബഹുമാനിക്കപ്പെടുന്ന രണ്ട് നേതാക്കളാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അവരത് നിഷേധിക്കുന്നു. പക്ഷെ ഇതിലൂടെ വെളിപ്പെടുന്നത് എന്താണ്? വി എസിൻ്റെ പ്രത്യയശാസ്ത്രം എന്തു ആയിക്കോട്ടെ, വി എസിൻ്റെ രാഷ്ട്രീയം എന്തു ആയിക്കോട്ടെ, വി എസിനെ സംബന്ധിച്ച്, സി പി എമ്മിനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ, ഒടുവിൽ വി എസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ ആൾ. അങ്ങനെ ഒരു നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് സി പി എം അധപ്പതിച്ചോ? ഒന്ന്. രണ്ട്, അങ്ങനെ പറയുകയും അത് ഏറ്റുപറയുകയും ചെയ്തിട്ടും അവരൊക്കെ പാർട്ടി അനുവദിക്കുന്ന സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നുവെങ്കിൽ അത് ആ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും ജനങ്ങളോടും അവരുടെ സഖാക്കളോടും പൊതുസമൂഹത്തോടും അത് നൽകുന്ന സന്ദേശം എന്താണ്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അല്ല ശ്രീ പ്രദീപ് ജി, ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന അവരുടെ പാർട്ടി വേദികളിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ശൈലിയിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലോ അവരൊരു നേതാവിനോട് എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ആ നേതാവിനെ അവരുടെ രാഷ്ട്രീയപരമായി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ബി ജെ പിക്കില്ല. പക്ഷെ ഒരു പൊതുമണ്ഡലത്തിൽ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഇപ്പൊ മരിച്ചുപോയെങ്കിലും ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അദ്ദേഹം, ഇറങ്ങിപ്പോന്ന പാർട്ടി രൂപീകരിച്ച് ഈ കേരളത്തില് ആ പാർട്ടിക്ക് വേരുണ്ടാക്കിയതിൽ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ പിണറായി വിജയൻ ടീം കൈകാര്യം ചെയ്തത് എന്നുള്ളത് ബി ജെ പി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബി ജെ പി ആ വിഷയത്തില് പിണറായി വിജയന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ടീം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കേരളത്തിലെ പ്രവൃത്തിയും ഒന്ന് എത്തി നോക്കാൻ തയ്യാറാണ്. എന്താണ്? പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ, കണ്ണൂരടക്കമുള്ള കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ മേഖലയിലും അവരുടെ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതര രാഷ്ട്രീയ സംഘടനയോട് അവർ കാണിച്ചു കൂട്ടിയ ക്രൂരതകളും അക്കമിട്ട് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ബി ജെ പി, അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള സംഘടനയാണ് ബി ജെ പി. ഇവിടെ അച്യുതാനന്ദൻ ആ വട്ടത്തിനകത്തുള്ള ആളാണ്. ആ വട്ടത്തിനുള്ള അകത്തുള്ള ആൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ടും, ഒരു ടീം ഉണ്ടായിരുന്നിട്ടും, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ടും അദ്ദേഹത്തിന് നേരെ എവിടെ നിന്നാണ് യുദ്ധം തുടങ്ങിയത്? അവിടെയാണ് ആ ക്രൂരത എന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ടീം ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ പിള്ളേരെ ഉപയോഗിച്ചുകൊണ്ട് പോലും ഈ സംവിധാനത്തെ നിലനിർത്തുകയും ഈ സംവിധാനത്തെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയോട് കാണിച്ച ഈ നിലപാട് തന്നെയാണ് പിണറായി വിജയന്റെ ക്രൂരത എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയെ ഇതേപോലെ തന്നെ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ മോശകരമായിട്ടും വിരോധമായിട്ടും പെരുമാറാനുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നയിച്ചത് പിണറായി വിജയന്റെ കാലഘട്ടങ്ങളാണ്. ഇന്ന് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരള സമൂഹത്തോട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത്, മിനിഞ്ഞാന്ന് ചർച്ച ചെയ്ത്, എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആ കാര്യങ്ങൾ, സിസ്റ്റത്തിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിണറായി വിജയന്റെ ജനങ്ങളോട് അന്നും ഇന്നും എന്നും അയാൾക്ക് വെറുപ്പാണെന്നേ. അയാൾക്ക് നേരെ വരുന്ന ആളുകളോട്, അയാളുടെ എതിരായി നിൽക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ തനിക്ക് മേലെ നിൽക്കുന്ന ഒരാളോട് ഇയാൾക്ക് കുശുമ്പാണോ അല്ലെങ്കിൽ വെറുപ്പാണോ അല്ലെങ്കിൽ വിരോധമാണോ എന്നറിയില്ല. അവരെ ഫിനിഷ് ചെയ്യുക എന്ന് പറയപ്പെടുന്നതിന് ഒരു അജണ്ട, അതിന് കൊടിയേരിയും അതിന് നിരവധി നേതാക്കന്മാർ കൂട്ടുനിന്നിട്ടുണ്ട്. ഇന്ന് പിണറായി ന്യായീകരിക്കുന്ന എല്ലാ നേതാക്കന്മാരും വി എസിനെ ഒറ്റിക്കൊടുത്തതിന്റെ പ്രതിഫലം പറ്റിയവരാണ്. പ്രതിഫലം പറ്റിയത് എങ്ങനെയാണ്? പാർട്ടി സ്ഥാനങ്ങൾ, അതേപോലെ തന്നെ സർക്കാർ സ്ഥാനങ്ങൾ ഇത്യാദി സ്ഥാനങ്ങളൊക്കെ സുഖമായി വാങ്ങിച്ചെടുത്ത് വി എസിനെ ഒറ്റിക്കൊടുത്തവർക്ക് പ്രതിഫലം കൊടുത്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. നമ്മൾ കേരളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, അത് ഇടതുപക്ഷമാകാം, വലതുപക്ഷമാകാം, ബി ജെ പി ആകാം, ആ ഒരു രാഷ്ട്രീയത്തിനകത്ത് അവരുടെ അകത്തും കോൺഗ്രസിനകത്ത് ഒരേ പ്രശ്നങ്ങളുണ്ട്. ബി ജെ പിക്ക് അകത്ത് ഉള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ പറയും, കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും, കമ്മ്യൂണിസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ ബി ജെ പിക്കാർ പറയും. അങ്ങനെയല്ല, കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും നടപ്പാകുന്നത്
വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുക, വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഏതെല്ലാം അറ്റം വരെ പോകും, അത് ഏതറ്റം വരെ പോകണമെങ്കിലും ആ അറ്റം വരെ പോയി പ്ലാൻഡ് ആയിക്കൊണ്ട് വെട്ടി നിരത്തി അവസാനിപ്പിക്കുക എന്ന് പറയപ്പെടുന്നതാണ്. ആ ശൈലി VS-നോട് കാണിച്ചു. എന്നിട്ട് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിനോട് മരിച്ച സമയത്ത് പോലും ഞാൻ ചോദിക്കട്ടെ പ്രദീപ് ജി, അദ്ദേഹം മരിച്ച സമയത്ത് പോലും പിണറായി വിജയൻ നീതി കാണിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പൊതു ആളുകളൊക്കെ VS-നെ പോലെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ നേതാവ് അടക്കമുള്ള പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഒരുപാട് പേര് അതിനെ അക്സെപ്റ്റ് ചെയ്ത സമയത്തും പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് വളരെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ശൈലി എന്തായിരുന്നു എന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വെറുപ്പും ആ വിദ്വേഷവും അന്ന് VS-നോട് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നു, നമ്മളത് അനുഭവിക്കേണ്ട ഉത്തരവാദിത്വം പെടുന്നു എന്നുള്ളതാണ്.